കേരളം ഞങ്ങൾ തട്ടിയെടുക്കും. അല്ല, ഒറ്റ വാക്ക്. കേരളം വരുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി തട്ടിയെടുക്കും. അതിലുള്ള പ്രതിജ്ഞയെടുത്താണ് നമ്മൾ ഇന്നത്തെ യോഗം അവസാനിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം വരാൻ പോകുന്നു. അതിന് ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ നേരിട്ട് കൊച്ചു കേരളം UDFന്റെ കയ്യിലേക്ക് ഞങ്ങൾ എത്തിക്കും. പാർട്ടിയിൽ ഒരു തരത്തിലുള്ള ഭിന്നതയുമില്ല. കളക്റ്റീവ് ലീഡർഷിപ്പോടുകൂടി പാർട്ടി മുന്നോട്ട് പോകും. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിയും അതോടെ മല്ലികാർജ്ജുന ഖാർഗെയും എല്ലാം ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുണ്ട് മുന്നോട്ട് പോകും. അതാണ് ദീപാദാസ് മുൻഷിയും KC വേണുഗോപാലും നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നുമില്ല. എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനം. നേതാക്കൾ മാധ്യമങ്ങളെ കാണരുതെന്ന് പറയുമ്പോൾ അതല്ല ഇനി വരും ദിവസങ്ങളിൽ തയ്യാറാണ്. നേതാക്കൾ മാധ്യമങ്ങളെ കാണരുതെന്ന് പറയുന്നത് മാധ്യമങ്ങളെ കാണരുതെന്നല്ല, പാർട്ടി ലൈന് വിരുദ്ധമായി ആരും പറയാൻ പാടില്ലെന്നാണ്. അത് സ്വാഭാവികമല്ലേ? ഒരു പാർട്ടി ആകുമ്പോൾ പാർട്ടിയുടെ ലൈനകത്ത് നിന്നുകൊണ്ട് വേണേൽ സംസാരിക്കാൻ. മാധ്യമങ്ങളെ കാണരുതെന്ന് പറയുന്ന പ്രായോഗികമല്ലല്ലോ. ശശി തരൂർ അത് അംഗീകരിച്ചു. അല്ല, ശശി തരൂർ ഇന്നലെ തന്നെ ക്ലാരിഫൈ ചെയ്തല്ലോ അദ്ദേഹം ഇതൊന്നും പറഞ്ഞിട്ടിരുന്നത്. അപ്പോൾ ആ വിഷയമേ ഇവിടെ ചർച്ചയ്ക്ക് വന്നിട്ടില്ല.